എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നോർമൽ സ്റ്റേറ്റിൽ എത്തിയില്ലേ? ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. എല്ലാരും ബാക്ക് ടു നോർമൽ ആയില്ലേ? പറ്റുന്നവരൊക്കെ യെസ്, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിക കേട്ടോ. മെഡിറ്റേഷൻ ആയിരുന്നു. എങ്ങനെയുണ്ട് മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നില്ലേ? മെഡിറ്റേഷൻ മോർണിംഗ് ക്ലാസ് ഹെൽപ്ഫുൾ അല്ലേ? തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആണ് ക്ലാസ്. ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ എല്ലാരും ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് വലിയൊരു താങ്ക്സ്. ആൻഡ് നമുക്കിപ്പോ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആ ടൈമിൽ നിങ്ങൾ ഇതിനായിട്ട് കുറച്ച് ടൈം മാറ്റി വെച്ച് ഇതിൽ ജോയിൻ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, മോർണിംഗ് ക്ലാസ്സസ് കേൾക്കുന്നു, സെൽഫിനെ ഒരു ടേക്ക് കെയർ ചെയ്യുന്നു, മെന്റൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. നിങ്ങൾ നല്ലൊരു സ്റ്റെപ്പാണ് എടുക്കുന്നത്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് വെരി ഗുഡ് തിങ്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഇന്നർ ബ്ലോക്കേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീഡിയോ മോഡിൽ കുറച്ച് പേരും കൂടെ ഒന്ന് വായട്ടോ, കാണാലോ. നോമ്പൊക്കെ ആയിരിക്കും, പക്ഷെ പറ്റുന്നവര് ഒന്ന് വീഡിയോ മോഡിൽ വരാം. ഇപ്പൊ നമ്മള് സെൽഫിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. മീൻസ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളുടെ സ്വന്തത്തെ പറ്റിയിട്ട്. ഒരു വാസ്റ്റ് ടോപ്പിക്കാണത്. ഇപ്പോൾ നമ്മള് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് വോയിസസ് കേൾക്കാം, ഇല്ലേ? ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വോയിസസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത് കേൾക്കാം. ആ വോയിസസ് നമുക്ക് ഒരു 5 ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു 5 ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവര് മോസ്റ്റ്ലി എല്ലാവരിലും ഈ 5 ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ചിലർ കൂടും, ഡൊമിനന്റ് ആയിട്ട് നിൽക്കും. ബാക്കി ചിലർ അത്ര ഡൊമിനന്റ് ആവില്ല. സോ ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണിത്, ഈ 5 ടൈപ്സ് ഓഫ് ഇന്നർ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ഇന്നർ ഡിസീവേഴ്സ് എന്ന് പറയാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, ഇന്നർ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ഇന്നർ ഡിസീവേഴ്സ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വോയിസസ് ആണ് ഇവരൊക്കെ. സോ ഫസ്റ്റ് ഇസ് ക്ലാസിക് ജഡ്ജ്. ഞാൻ പറഞ്ഞ 5 പേരിൽ ആദ്യത്തെ ക്ലാസിക് ജഡ്ജ് എന്ന് പറയാം. ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ജഡ്ജാണ്. ക്രിറ്റിക്സ് എവറി ഡെസിഷൻ, റൂമിനേറ്റ്സ് ഓൺ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആൻഡ് ബ്ലെയിംസ് യു ഫോർ തിങ്സ് ഔട്ട്സൈഡ് യുവർ കൺട്രോൾ. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിനെ എതിർക്കും. നിങ്ങൾ എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്തിരുന്നു, മീൻസ് ചെയ്യാമായിരുന്നു, അതിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങളുണ്ട്, നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ പറ്റി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ജഡ്ജ്, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈ ജഡ്ജ് അതിനും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇറ്റ് പ്രിവെന്റ്സ് ലേണിംഗ് ബൈ കോസിങ് യു ടു ഫീൽ കോൺസ്റ്റന്റ്ലി ഇൻഅഡ്വക്കേറ്റ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ചെയ്യാനോ ഒന്നും സമ്മതിക്കില്ല. ഇവര് നമ്മളെ എപ്പോഴും നമ്മൾ പോരാ, നിനക്ക് അതിനൊന്നും കഴിവില്ല, നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, വെറുതെ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ദ ക്ലാസിക് ജഡ്ജ്. ദ ജഡ്ജ് വാണ്ട്സ് തിങ്സ് ഡൺ കറക്റ്റ്ലി. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തെറ്റൊന്നും ഇല്ലാതെ ചെയ്യണം ഈ ജഡ്ജിന്, എന്നാലുള്ള ആൾക്ക് തൃപ്തിയാവുക. ലൈക്ക്
തെറ്റുകളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെർഫെക്ഷനിസം ആണ് ആൾക്ക് കൂടുതലായിട്ടുള്ളത്. ഈ ജഡ്ജ് കാരണം നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലോവർ സെൽഫ് വർത്ത്, നമുക്കൊരു സ്വയം മൂല്യം തോന്നില്ല, അത് കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് അതിന് പോരാ പോരാ എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ജഡ്ജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സെൽഫ് വർത്ത് ആണ് കുറഞ്ഞുകൊണ്ടേ വരുന്നത്. പിന്നെ ക്രിയേറ്റ്സ് ഗിൽറ്റ് ആൻഡ് ഷെയിം. ഒരു തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യന്മാരല്ലേ, അപ്പൊ തെറ്റുകൾ സംഭവിക്കാമല്ലോ. പക്ഷെ ഈ ജഡ്ജ് നമ്മളുടെ ഉള്ളിൽ ഇരുന്നിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു കുറ്റബോധം, നാണക്കേടും ഒക്കെ വളർന്നു വരിക ചെയ്യുക, അത് കൂടി വരികയാണ് ചെയ്യുക. ഗിൽറ്റ് ആൻഡ് ഷെയിം നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ ചെയ്യാനും സമ്മതിക്കില്ല. ആ ഫെയിലിയർ കാരണം നമ്മൾക്ക് അനുഭവിച്ച ആ നാണക്കേട് എല്ലാം നമ്മളുടെ മൈൻഡിൽ ഉണ്ടാകും. പിന്നെ ഇൻക്രീസസ് ആൻസൈറ്റി. ഇപ്പൊ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പേടി കാരണം നമുക്ക് അത് ചെയ്യണ്ട, അത് ചെയ്താൽ എന്തൊക്കെയാവും, ഒരു ആൻസൈറ്റി ആയിരിക്കും, നമുക്ക് ഉത്കണ്ഠ ആയിരിക്കും, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ആൻസൈറ്റി കൂടി വരും ഈ ജഡ്ജ് കാരണം. അതിനെ കുറിച്ച് നെഗറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കൂലേ മാഡം? സ്വയത്തെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കും. സോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഉത്കണ്ഠ വരും, ചെയ്താൽ എന്താകും എന്നുള്ള ഒരു ഉത്കണ്ഠ വരും. ഓക്കെ. പിന്നെ മേക്സ് യു ഓവർലി ക്രിട്ടിക്കൽ ഓഫ് അതേഴ്സ്. നമുക്കറിയാം നമ്മളുടെ ഇന്നർ വേൾഡ് ആണ്, അല്ല ഔട്ടർ വേൾഡ് ആണ് ഇന്നർ വേൾഡിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരിലും നമ്മൾ കുറ്റങ്ങൾ മാത്രമുള്ളൂ കാണുക, അല്ലെ? നമ്മൾ എല്ലാത്തിലും കുറ്റം മാത്രം കാണുമ്പോൾ പുറത്തുള്ള ആൾക്കാരിലും നമ്മൾ കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതിന്റെ ഈ ഒരു ക്ലാസിക് ജഡ്ജിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഫൈറ്റ് വിത്ത് പാർട്ട്ണർ ഈവൻ വെൻ നോട്ട് അറ്റ് ഫോൾട്ട്. ഇപ്പൊ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ്സുകൾ ഉണ്ടാകുമ്പോൾ നിരന്തരമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതൊന്ന് മിണ്ടാതിരുന്നൂടെ, എനിക്കൊന്ന് കൂടുതൽ മനസ്സിലാക്കായിരുന്നില്ലേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചില സമയത്ത് നിങ്ങളെ ഭാഗത്തല്ലായിരിക്കും തെറ്റുണ്ടാവുക, പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ജഡ്ജ് വന്നിട്ട് നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, നിനക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിക്കൂടെ, അങ്ങനെ പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കുറ്റപ്പെടുത്താണ് ചെയ്യുക. സെൽഫ് ക്രിട്ടിസൈസ് ആണ് ഈ ജഡ്ജ് ചെയ്യുക. പിന്നെ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ അതേഴ്സ് ഫീലിങ്സ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ ഫീലിങ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇതിന് പറയാൻ വെച്ചെങ്കിൽ, നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ്, നിങ്ങളുടെ ലൈഫിൽ എന്തോ സന്തോഷമുള്ള എന്തോ കാര്യം നടന്നു, നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ന്യൂസ് അറിയിക്കുകയാണ്. പക്ഷെ ഫ്രണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ, പ്രോബ്ലംസ് കാരണം ആള് കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്, സാഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ ഈ സന്തോഷ വാർത്ത പോയിട്ട് പറയുന്നത്. പക്ഷെ ആ ടൈമിൽ ആള് നിങ്ങൾ വിചാരിച്ച ആ ഒരു ഹാപ്പിനെസ് ആള് കാണിച്ചില്ല. സോ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇപ്പൊ ഞാന് മുന്നേ എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും, അതിന്റെ പേരിലായിരിക്കും ആൾ അങ്ങനെ എന്നോട് ബിഹേവ് ചെയ്തത്. ആളുടെ ഫീലിങ്സിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അതും നിങ്ങളുടെ ഭാഗത്താണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുക. മറ്റുള്ളവരുടെ ഫീലിങ്സിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളാണ് ഏറ്റെടുക്കുക. ഈ ജഡ്ജ് ഇന്ന വോയിസ് ആയിട്ട് പറയും, നീ കാരണമായിരിക്കും അവരങ്ങനൊക്കെ ഇരിക്കുന്നത്, നീ ഡൗൺ ആയിട്ട് ഇരിക്കുന്നത് നീ കാരണമായിരിക്കും. പിന്നെ ബൈ ഫോൺ, വാട്ട് ഇഫ് ഐ ചൂസ് എ റോങ് വൺ. നമ്മളെല്ലാവരും ഇപ്പൊ ഫോൺ വാങ്ങാം, എന്തെങ്കിലും സാധനം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഫോൺ ഓർ ഡ്രസ് ഓർ സംതിങ്, എന്ത് മേടിക്കാൻ പോയാലും നമ്മളെല്ലാം റിവ്യൂ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ മോഡല്, ഫീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങാനും തെറ്റായിട്ടുള്ളത് ചൂസ് ചെയ്താലോ, പെട്ടെന്ന് കേടാവുന്നത്, അല്ലെങ്കിൽ അധികം വർക്ക് ചെയ്യാത്ത, മീൻസ് റൈറ്റ് വൺ ചൂസ് ചെയ്തിട്ടില്ലെങ്കിലോ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോഴും ഈ ജഡ്ജ് വന്നിട്ട് ഒരു ബ്ലെയിമിങ് തരും, നിന്നെ കൊണ്ട് അതിന് പറ്റില്ല, നീ നല്ലതൊന്നും സെലക്ട് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഡെസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞു വരും. പിന്നെ നെക്സ്റ്റ് നമ്മൾ മെസ്സേജ് റിപ്ലൈ. ഇത് മിക്ക ആൾക്കാരും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളത്
എന്താ അയക്കണ്ട് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. നമുക്കതിങ്ങനെ റീറൈറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് ഇരിക്കും. പിന്നെ അത് മറ്റുള്ള ആള് എങ്ങനെയാ അത് എടുക്കുക എന്നുള്ളൊരു കാര്യം ആലോചിച്ച് ആള് വറീഡ് ആകും. ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്താ അയക്കണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ലാസ്റ്റ് അത് സെൻഡ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേറ്റ്. ഇതാണ് ക്ലാസിക് ജഡ്ജ് ചെയ്യുക. നമ്മൾ എപ്പോഴും ബ്ലെയിം ചെയ്യും, നമ്മളെ ഡെസിഷൻ എടുക്കാൻ സമ്മതിക്കില്ല. നമ്മൾ ഡെസിഷൻസ് എടുത്താൽ തന്നെ അതിനെ കുറ്റപ്പെടുത്തിയിട്ടിരിക്കും. നമ്മൾ ഫെയിലിയേഴ്സ് അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മളെ ഒരു ഗിൽറ്റ് ഫീലിംഗിൽ നമ്മൾ എപ്പോഴും പിടിച്ചു നിർത്തും. ഈ ക്ലാസിക് ജഡ്ജ് എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, മനസ്സിലായി മാഡം, ഇത് മനസ്സിലായി. ക്ലാസിക് ജഡ്ജ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇസ് ദ വിക്ടിമൈസർ. വിക്ടിമൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വിക്ടിം മൂഡിൽ ഇരിക്കുകയാണ്, വിക്ടിമായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണത്. റോബ്സ് യു ഓഫ് വിൽ പവർ by creating excuses and convincing you that the world is against you, leading to give up before trying. നിങ്ങളുടെ ഒരു മനക്കരുത്തില്ലേ, അതങ്ങോട്ട് ഇല്ലാണ്ടാക്കും. നിങ്ങൾക്ക് ഒരുപാട് എക്സ്ക്യൂസസ് തരും. അത് ഇല്ലാണ്ടാക്കാനുള്ള എക്സ്ക്യൂസസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ്, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ്. സോ നീ ഒന്നും പുതിയതായിട്ട് ട്രൈ ചെയ്യണ്ട. ബിക്കോസ് ലോകം നീ എന്ത് ചെയ്താലും ആൾക്കാരെ എതിർക്കുള്ളൂ, നീ ഒരു വിക്ടിമായിട്ട് ഇരുന്നാ മതി എന്നാണ് ഈ വിക്ടിമൈസർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെന്താ ചെയ്യുക വെച്ചാല് കീപ്സ് യു സ്റ്റക്ക്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവര് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലിരിക്കും. റെഡ്യൂസസ് കോൺഫിഡൻസ്. നമ്മളുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ഇരിക്കുന്ന ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ബ്ലോക്സ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ വിക്ടിമായിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് പോലും നമുക്ക് ഉണ്ടാവില്ല. അത് സോൾവ് ആക്കണം എന്നുള്ള ഒരു മൈൻഡ് വരില്ല. നമുക്കത് ആ ഒരു സ്കില്ല് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല വിക്ടിം മെന്റാലിറ്റിയിൽ ഇരിക്കുമ്പോൾ. ഇൻക്രീസസ് റിസെന്റ്മെന്റ്. ഇപ്പൊ ഈ ലോകം മുഴുവൻ നിനക്ക് എതിരാണ് എന്ന് പറയുമ്പോൾ എല്ലാരോടും ഒരു വെറുപ്പ്, ദേഷ്യമൊക്കെയാണ് ഫീൽ ചെയ്യുക. മറ്റുള്ളവരിൽ നല്ലത് കാണാൻ സാധിക്കില്ല. അവരെ എപ്പോഴും നിനക്ക് എതിരാണ് എന്നാണല്ലോ മൈൻഡിൽ ഈ വിക്ടിമൈസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആ സ്നേഹം കുറയും, ആ റിലേഷൻഷിപ്സ് വീക്കൻസ് റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിനെ ബാധിക്കും. പല റിലേഷൻഷിപ്സും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല ഈ വിക്ടിമൈസർ ഉള്ളിലുള്ളത് കൊണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, നമ്മള് ചില സമയത്ത് പറയും ഒന്നും എനിക്ക് നടക്കാറില്ല, നത്തിങ് എവർ ഗോസ് റൈറ്റ് ഫോർ മീ, വൈ ഡസ് ദിസ് ഓൾവേസ് ഹാപ്പൻ ടു മീ. എന്താണ് എപ്പോഴും എനിക്ക് ഇങ്ങനെ മാത്രം നെഗറ്റീവ് മാത്രം സംഭവിക്കുന്നത്? എന്താണ്? എന്ത് ചെയ്താലും ഞാൻ ശരിയാവുന്നില്ല, ഈ ലോകം മുഴുവൻ എനിക്ക് എതിരാണ്, ആൾക്കാരെല്ലാം എനിക്ക് എതിരാണ്. ആ ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയിൽ വിക്ടിമായിട്ട് ഇരിക്കും. I do many work for the family, but no one values me. ഞാൻ ഇപ്പോ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആരും എനിക്കൊരു വാല്യൂ, ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല. സോ ആള് ഒരു വിക്ടിമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ മൈ ബോസ് ഡസന്റ് അപ്രീഷിയേറ്റ് മീ, സോ നോ പോയിന്റ് ഇൻ ട്രൈങ്. അതായത് ഇപ്പൊ ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ഞാന് ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് അത് ഏറ്റെടുക്കില്ല, കാരണം എനിക്ക് അപ്രിസിയേഷൻ കിട്ടുന്നില്ല, എന്റെ ബോസ് എനിക്ക് അപ്രിസിയേഷൻ തരുന്നില്ല. സോ എന്തിനാണ് വെറുതെ അത് ഏറ്റെടുക്കുന്നത്? ഞാൻ എനിക്ക് വിചാരിച്ച വാല്യൂ തരുന്നില്ല, അപ്രിസിയേഷൻ തരുന്നില്ല, സോ നോ പോയിന്റ് ഇൻ ട്രൈങ് എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഇസ് മൈ ഫാമിലി ഇസ് എ റീസൺ ഐ കാൻ ഗ്രോ. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ദ വേൾഡ് ഇസ് അഗെയിൻസ്റ്റ് യു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ആളുടെ ഉള്ളിലുള്ളത്. സോ എന്നെ വളരുന്നതിന് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, തടസ്സമായി നിൽക്കുന്നത് എന്റെ ഫാമിലിയാണ്. അവരിങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്തും.
മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തും. ലൈക്ക് അവര് കാരണമാണ് എനിക്ക് വളരാൻ പറ്റാത്തത്, അവര് കാരണമാണ് എനിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മിസ്സായി പോകുന്നത്, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത്, മറ്റുള്ളവരിലാണ് ബ്ലെയിം ചെയ്യുന്നത്. പിന്നെ പറയും ഐ എം ലൈക്ക് ദിസ് ബിക്കോസ് ഓഫ് മൈ പാസ്റ്റ്, ഐ കാൺ ചേഞ്ച്, ദിസ് ഇസ് മൈ ഫേറ്റ്. ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ പാസ്റ്റിൽ നടന്ന ഒരുപാട് ട്രോമാസ് കൊണ്ടോ പ്രോബ്ലംസ് കൊണ്ടോ ആണ്. എനിക്ക് ഇനി മാറാൻ പറ്റില്ല, ഇതെന്റെ വിധിയാണ്. പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് എന്റെ വിധിയാണ്, ഈ വിധിയില് മീൻസ് എനിക്കത് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നില്ല, അത് ഏറ്റെടുക്കാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല, എന്റെ വിധി ഇതാണ്, ഞാനിത് സഹിക്കല്ലാതെ വേറെ വഴിയില്ല, അങ്ങനത്തെ പറഞ്ഞുകൊണ്ട് ഒരു വിക്ടിമായിട്ട് ഇരിക്കുക. അവര് എന്താ പറയാ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാനൊരു വിക്ടിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ ആ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ഇരിക്കുന്നതാണ് ദ വിക്ടിം. വിക്ടിമൈസർ എപ്പോഴും നിങ്ങളെ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരാണ്, നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, നിങ്ങൾ ഒരു സ്റ്റക്കായ സ്റ്റേറ്റിലാണ് ഈ വിക്ടിമൈസർ നിങ്ങളെ ഇരുത്തുക. ഓക്കെ, ഇത് രണ്ടാമത്തെ ആള്. ഇനി മൂന്നാമത്തെ ആളാണ് ദ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ. attempts to protect you from risk, judgment or failure by discouraging action. ആ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടറിൽ തന്നെ അതുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. റിസ്കിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, ജഡ്ജ്മെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, നിങ്ങൾ ഫെയിലിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക വെച്ചാല് ഡിസ്കറേജിങ് ആക്ഷൻസ്, ഒരു ആക്ഷനും എടുക്കാതെ നിങ്ങൾ ഒരു സേഫ് സോണിൽ ആക്കിയിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുക. ഇറ്റ് കീപ്സ് യു സേഫ് ബട്ട് സ്റ്റക്ക് ഇൻ യുവർ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിൽ നിങ്ങൾ സേഫ് ആക്കി വെക്കുക, മുന്നോട്ട് പോവാതെ ആ കംഫർട്ട് സോണ് ആക്ഷൻ എടുക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ കംഫർട്ട് സോണിൽ ആക്കുന്നതാണ് മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ. ഇവരെന്താ ചെയ്യുക വെച്ചാല് പ്രിവെന്റ്സ് കോൺഫിഡൻസ് ബിൽഡിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ പല നമുക്ക് കോൺഫിഡൻസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് നിർത്തും. നീ അത് ചെയ്യണ്ട, നിനക്ക് അത് റിസ്ക് ആണ്, നീ എങ്ങാനും തോറ്റു പോയാലോ, സോ നീ ഇവിടെ തന്നെ ഈ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാ മതി. കീപ്സ് യു ഇൻസൈഡ് എ കംഫർട്ട് കേജ്, നോട്ട് കംഫർട്ട് സോൺ. പുറമേ നോക്കുമ്പോൾ അതൊരു കംഫർട്ട് ആയിരിക്കും, പക്ഷെ ആക്ച്വലി അതൊരു കംഫർട്ട് കേജ് ആണ്, ഒരു കൂടാണത്. നമുക്കത് ബ്രേക്ക് ചെയ്ത് പോകാൻ സമ്മതിക്കാതെ ആ കൂട്ടിൽ തന്നെ ഇരിക്കും. നമ്മൾ വിചാരിക്കും അത് കംഫർട്ട് സോൺ ആണെന്ന്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് കംഫർട്ട് കേജ് ആണ് അത് ഉണ്ടാവുക. പിന്നെ നമ്മളുടെ സെൽഫ് ട്രസ്റ്റ്, ലോവർ സെൽഫ് ട്രസ്റ്റ്, സ്വയം വിശ്വാസം ഉണ്ടാവില്ല നമുക്ക്, നമ്മളിൽ തന്നെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല, ജഡ്ജ്മെന്റ് കാരണം ഫെയിലിയർ കാരണം നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് നമ്മളിൽ തന്നെ ട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതും ആങ്സൈറ്റി കൂട്ടുകയാണ് ചെയ്യുക. നമുക്ക് കാര്യങ്ങൾ ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് ആങ്സൈറ്റി കൂടി വരികയാണ് ചെയ്യുക. പിന്നെ ഇവര് മെയിൻ ആയിട്ട് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് റിഗ്രറ്റ് ആൻഡ് സെൽഫ് ഡൗട്ട്. ഇപ്പോ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ വന്നതിലുള്ള കുറ്റബോധം, ആ ടൈമിൽ നമുക്കത് കംഫർട്ട് സോൺ ആയിട്ട് തോന്നും, പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം ഉള്ളിൽ ഉണ്ടാകും. ഈ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ അപ്പൊ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതാണ്. ആ സമയത്ത് നിങ്ങൾ അത് കേട്ടിട്ട് അവിടെ നിന്നു, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അതെനിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരും, ഒരു റിഗ്രറ്റ് വരും. ചില എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ നമ്മൾ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാല് സ്റ്റേയിങ് ഇൻ അൺഹെൽത്തി റിലേഷൻഷിപ്സ്. ഇപ്പൊ ഏത് റിലേഷൻഷിപ്സ് എടുക്കുകയാണെങ്കിലും അത് ടോക്സിക് ആണെങ്കിൽ നിങ്ങൾ അത് പറയില്ല, നിങ്ങൾ അതെല്ലാം സഹിച്ച് ഞാനിത് എങ്ങാനും പറഞ്ഞിട്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആയാലോ, ബെറ്റർ ടു ബി ഇൻ ദിസ് റിലേഷൻഷിപ്പ്, എന്ത് വന്നാലും ഇത് ഞാൻ സഹിക്കല്ലാതെ വേറെ വഴിയില്ല, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ട് നിർത്തും. ഇപ്പോ ഇൻലോസ് എന്നായാലും ഹസ്ബൻഡിനായാലും വൈഫിനായാലും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാക്സിമം
ആ ഒരു കംഫർട്ട് സോൺ ആണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഇരിക്കും. പിന്നെ ഡ്രൈവിംഗ് ഫിയർ. ഇതിൽ ആർക്കൊക്കെ ലൈസൻസ് ബാഗിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാതെ പോകുന്നവരുണ്ട്? അങ്ങനത്തെ ഡ്രൈവിംഗ് ഫിയർ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഞാനുണ്ട് മാഡം അങ്ങനെ. യെസ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, വണ്ടി ഓടിച്ചിട്ടില്ല. ഓക്കെ. ഞാനും അതെ. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 1 കൊല്ലത്തോളം ഞാൻ ബാഗിൽ വെച്ച് നടന്ന ഒരാളാണ്. ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. ലൈക്ക് വലിയൊരു ബസ് അല്ലെങ്കിൽ ലോറിയൊക്കെ വരുമ്പോ തന്നെ ഞാൻ ആകെ പേടിച്ച് ലൈക്ക് വിറച്ച് ഒരുപാട് ഒരു ഫിയർ സ്റ്റേറ്റിലാണ് എപ്പോഴും വണ്ടി ഓടിക്കാറുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാന് നമുക്കറിയാലോ, നമുക്കിപ്പോ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരുമല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാവുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഡ്രൈവിംഗ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ തന്നെ ആ പേടിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. എന്റെ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ പറഞ്ഞത്, നീ ഡ്രൈവ് ചെയ്യണ്ട, നിനക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാലോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാലോ, എന്തിനാണ് വെറുതെ ഡ്രൈവ് ചെയ്തിട്ട് ആ പേടിയൊക്കെ ആ ഒരു പേടിയിൽ കൂടെ പോകുന്നത് എന്തിനാണ്? നീ നിന്റെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു, ഈ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ആ ഫിയറോട് കൂടിയിട്ട് ചെയ്യണം. സോ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ആ ഫിയർ ഉണ്ടാകും. പക്ഷെ ആ ഫിയറോട് കൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ഫിയർ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. അപ്പൊ ഈ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ പറയുന്നത് നമ്മൾ കേൾക്കാതെ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഇമോഷൻ വരുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ വരുന്നത്, ആ ഒരു ഫിയറോട് കൂടിയിട്ട് ചെയ്യാം. അപ്പൊ ഈ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടറിന്റെ വോയിസസ് മെല്ലെ ഇങ്ങനെ കുറഞ്ഞു വരും. സോ ആള് വിചാരിക്കും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ആളുടെ വോയിസ് ഒന്നും അങ്ങനെ കുറഞ്ഞു വരും. സോ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഫിയർ ഇല്ല, ഒരു കംഫർട്ട് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നല്ല കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് നോട്ട് സ്പീക്കിംഗ് അപ്പ് ഇൻ മീറ്റിംഗ്സ് ടു അവോയ്ഡ് ജഡ്ജ്മെന്റ്. ഒരു മീറ്റിംഗിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നല്ല നല്ല പോയിന്റ്സുകൾ പറയാനുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ളവരെ എന്ത് വിചാരിക്കും, അവരെന്നെ ജഡ്ജ് ചെയ്യൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ മീറ്റിംഗിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂസ് ഷെയർ ചെയ്യില്ല. Then avoiding new opportunities because of fear of failure. നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യൂല. ഈ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ പറയും, നീ എങ്ങാനും തോറ്റുപോയാലോ, നിന്നെ കൊണ്ട് ആ റിസ്ക് ഒന്നും എടുക്കാൻ സാധിക്കില്ല, നീ നിന്റെ കംഫർട്ട് സോണിൽ ഇരുന്നോ, അതാണ് നിനക്ക് നല്ലത്, വെറുതെ അതിനൊക്കെ പോവാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ ചെയ്യുന്നത്. ഓക്കെ. നാലാമത്തെ ആളാണ് ദ റിംഗ് മാസ്റ്റർ. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. മനസ്സിലാകുന്നില്ല എല്ലാവർക്കും? നമ്മളുടെ ഉള്ളിലുള്ള വോയിസസ് ആണ് 5 ടൈപ്പ് ഓഫ് നെഗറ്റീവ് വോയിസസ് ആൾക്കാരാണ് ഇവര് പറയുന്നത്. ദ റിംഗ് മാസ്റ്റർ causes you to wear busy as a badge of honor, tries to control everything to avoid chaos, criticism or failure. ഈ റിംഗ് മാസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സർക്കസിലൊക്കെ ഒരു റിംഗ് മാസ്റ്ററിനെ കണ്ടിട്ടില്ല? സോ അവരെന്താ ചെയ്യാ, അവരെപ്പോഴും എല്ലാരും കൺട്രോൾ ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ വർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അവരെ ബിസി ആക്കി വെക്കാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പണി. നമ്മളെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ്? മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തല്, തോൽവികളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ നീ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ റിംഗ് മാസ്റ്റർ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. It believes that if you don't manage everything, things will fall apart. നീ എല്ലാം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ things will fall apart. എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും, അതൊന്നും ശരിയാവില്ല. നീയാണ് മാനേജ് ചെയ്യേണ്ടത് എല്ലാതും. It often looks confident on the outside, but inside it's driven by fear. ഒരാൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട്
ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറമേ നോക്കുമ്പോൾ ആള് കോൺഫിഡന്റ് ആണെന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ ആക്ച്വലി ആൾക്കൊരു ഫിയർ ആണുള്ളത്. ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ആള് കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക. അത് വരുന്നത് ഈ ഫിയർ എന്നുള്ളൊരു ഇമോഷനിൽ നിന്നാണ്. റിംഗ് മാസ്റ്റർ എന്താണ് ചെയ്യുക വെച്ചാല് നമുക്ക് ഓവർ റെസ്പോൺസിബിലിറ്റി തരും. ഓവർ റെസ്പോൺസിബിലിറ്റി ലീഡിങ് ടു സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്. നമ്മളുടെ പരിധിയിൽ കൂടുതൽ അവർ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ബോഡി മൈൻഡ് ഒക്കെ ആകെ ടയേർഡ് ആവും, സ്ട്രെസ്ഡ് ആവും, ബേൺ ഔട്ട് ആവും. സോ ഇവര് എപ്പോഴും നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾക്ക് സ്ട്രെസ് കൂട്ടിത്തരും, ബേൺ ഔട്ട് സംഭവിക്കും. പിന്നെ മൈക്രോ മാനേജിങ് പീപ്പിൾ ഓർ സിറ്റുവേഷൻസ്. പിന്നെ ഇവർ ഞാൻ പറഞ്ഞല്ലോ കൺട്രോളിങ് മെന്റാലിറ്റി ആണ് ഇവരെല്ലാ ആൾക്കാരെയും എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ആൾക്കാരെ കൺട്രോൾ ചെയ്യും. സിറ്റുവേഷൻസ് ഇവരാണ് കൺട്രോൾ ചെയ്യുക. റിംഗ് മാസ്റ്റർ പറയുന്നത് അനുസരിച്ചിട്ട് ഇവരാണ് ആൾക്കാരും സിറ്റുവേഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുക. ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഡെലിഗേറ്റിംഗ് ഓർ ട്രസ്റ്റിംഗ് അതേഴ്സ്. ഇവർക്ക് എല്ലാം സ്വയം ചെയ്യണമല്ലോ, സ്വയം ചെയ്താലുള്ളൂ ശരിയാവുക. ഞാൻ ഇത് ചെയ്താലേ ഉള്ളൂ ഇത് ശരിയാവുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. മറ്റുള്ളവർക്ക് ജോലികളൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനോ മറ്റുള്ളവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാനോ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇവർ വിശ്വസിക്കാത്തതുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്സിനെ അത് ബാധിക്കും. മറ്റുള്ളവരെ വിശ്വസിക്കാത്തതുകൊണ്ട് ആ റിലേഷൻഷിപ്സ് വീക്കൺ ആയിട്ട് പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഫീലിംഗ് ആൻഷ്യസ് വെൻ തിങ്സ് ആർ അൺസർട്ടൻ. ഇവർക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇവരുടെ കൺട്രോളിൽ എല്ലാം നടക്കണം. പക്ഷെ അത് നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ആകെ ആൻഷ്യസ്, ആകെ ഉത്കണ്ഠ നിറഞ്ഞതാവും. അവരുടെ മൈൻഡ് ഫുൾ ആൻഷ്യസ് ആയിട്ട് അവർക്ക് ഇമോഷണലി അവർ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അവരാകെ തളരും ഇമോഷണലി, അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ. പിന്നെ അവർക്ക് മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഗിൽറ്റ് ആൻഡ് അച്ചീവ്മെന്റ് അഡിക്റ്റഡ്. ഇപ്പൊ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, വർക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഗിൽറ്റ് അടിക്കും. ഞാനിത് ചെയ്തില്ലല്ലോ, അവരവരെ സ്വയം കുറ്റപ്പെടുത്താൻ നോക്കും. എനിക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സോ ഐ ഹാവ് ടു ഡു ദിസ്. ആ പ്രൊഡക്ടിവിറ്റി ഗിൽറ്റ് വരും അവർക്ക്. പിന്നെ അവർ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പം അവർക്ക് നേടിയെടുത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അച്ചീവ്മെന്റ്സ് കിട്ടുമ്പോൾ അവർ അതിൽ അഡിക്റ്റഡ് ആയിട്ട് പോകും. ഓക്കെ, അവർക്ക് അച്ചീവ്മെന്റ് അഡിക്റ്റഡ് ആണ്. സോ അവർ വീണ്ടും വീണ്ടും ടയേർഡ് ആണെങ്കിലും ബേൺ ഔട്ട് ആണെങ്കിലും അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എക്സാമ്പിൾസ് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഹൗസ് വൈഫ് ഓവർ ബർഡൻ ഹെർസെൽഫ് വിത്ത് ഹൗസ് ഹോൾഡ് വർക്ക് തിങ്കിങ് ഷീ ഹാവ് ടു കീപ് എവറിത്തിങ് പെർഫെക്റ്റ് ഫോർ ദ ഫാമിലി. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല ഹൗസ് വൈഫുകളും വീട്ടമ്മമാരും ഒരുപാട് ജോലി രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. അവർ വിചാരിക്കുന്നത് അവര് എല്ലാരും മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്തിട്ട് ഫാമിലിക്ക് വേണ്ടി മാത്രം അവരുടെ ജീവിതം മാറ്റിവെക്കുന്ന ചില വീട്ടമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? അവരൊക്കെ ഈ റിംഗ് മാസ്റ്ററിന്റെ വോയിസസ് കേട്ടുകൊണ്ട് ചെയ്യുന്നതാണത്. നെക്സ്റ്റ് ഇസ് എ ലീഡർ ഹു കാൻ ഡെലിഗേറ്റ് ആൻഡ് ഫീൽസ് എക്സോസ്റ്റഡ്. സോ നിങ്ങൾ ഒരു ലീഡർ ആണെങ്കിൽ അവർക്ക് എല്ലാം സ്വയം ചെയ്യണം, എല്ലാം കൺട്രോൾ ചെയ്യണം, ഞാൻ ചെയ്താലേ ശരിയാകുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. സോ അവർ ഡെലിഗേറ്റ് ചെയ്യില്ല. അവർ വർക്കുകൾ അവരുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കില്ല, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കില്ല. എല്ലാം സ്വയം ചെയ്യണം. അങ്ങനെ ഒരു സ്വയം എല്ലാ ബിസിനസ്സിലും ഇപ്പോൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താ, ഇമോഷണലി ആൻഡ് ഫിസിക്കലി അവർ കൂടുതൽ ഡ്രെയിൻഡ് ആവുകയാണ് ചെയ്യുക. എല്ലാവർക്കും ഒരു കാര്യം, ഒരു ജോബിന്റെ ഒരു കാര്യം സ്വയം ചെയ്യുമ്പോൾ അവരെ കൂടുതൽ തളർത്താണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എ പാർട്ട്ണർ ഹു കൺട്രോൾസ് പ്ലാൻസ് ടു അവോയ്ഡ് ഡിസപ്പോയിന്റ്മെന്റ്. ഇത് പറയുന്നത് ഇപ്പോൾ ഒരു പാർട്ട്ണർ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുകയാണെങ്കിൽ ഒരാള് അവരുടെ പ്ലാനുകൾ, അവരുടെ ലൈഫിലെ എല്ലാ പ്ലാനുകളും അയാളാണ് കൺട്രോൾ ചെയ്യുന്നത്, അയാളാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഒരു കൺട്രോളിങ് മെന്റാലിറ്റി. പക്ഷെ അത് ചെയ്യുന്നത് എന്താണ്, മറ്റൊരാളെ ഡിസപ്പോയിന്റ്മെന്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് എല്ലാം ഏറ്റെടുക്കാണ്. ഞാൻ പ്ലാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർ മറ്റൊരാളെ കൺട്രോൾ ചെയ്തിട്ട് പ്ലാൻസുകൾ ക്രിയേറ്റ് ചെയ്യാം.
ഇതാണ് റിംഗ് മാസ്റ്റർ നമ്മളുടെ ഉള്ളിൽ പറയുന്ന വോയിസസ്. നീ എപ്പോഴും വർക്ക് ചെയ്യണം, വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല, നീ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം നീ ചെയ്താലേ ശരിയാകുള്ളൂ എന്നാണ് റിംഗ് മാസ്റ്റർ നമ്മളോട് പറയാം. ലാസ്റ്റ് ഈസ് അഞ്ചാമത്തെ ആളാണ് ദ നെഗ്ലെക്ടർ. The neglector focuses only on others' needs, leading to codependency and a belief that your value is dependent on external validation. ഈ നെഗ്ലെക്ടറും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവർ സ്വയം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുത്തിട്ട് അവരുടെ വാലിഡേഷന് വേണ്ടി, അവരുടെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് സെൽഫ് കെയർ ഈസ് ഓപ്ഷണൽ. സെൽഫ് കെയർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും ഇത് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആവശ്യമില്ല, ഞാൻ എന്തിനാ എന്നെ നോക്കണം, മറ്റുള്ളവരെ നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്. അൺമെറ്റ് നീഡ്സ് ഡോണ്ട് ഡിസപ്പിയർ, ദേ അക്യുമുലേറ്റ്. സോ അവരുടെ നീഡ്സുകളൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഉള്ളില് അവരുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരിക, മീൻസ് അക്യുമുലേറ്റ് ആയി വരികയാണ് ചെയ്യുക. അത് പോകില്ല. അവരുടെ നീഡ്സുകളാണ് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവരുടെ നീഡ്സുകൾക്ക് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവർ ചെയ്യുന്നത്, ഈ ഒരു നെഗ്ലെക്ടർ കാരണം നമുക്ക് എന്താ സംഭവിക്കുക? ഇഗ്നോറിങ് എക്സോഷൻ, ഇൽനെസ് ഓർ ഇമോഷൻസ്. അവരെന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവർക്ക് വെയ്യെങ്കിലും, ഇപ്പൊ അവർക്കൊരു സുഖമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമോഷണലി അവർ ഡ്രെയിൻഡ് ആയിട്ട് ഇരിക്കുകയാണ്, ആ സമയത്ത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ബോഡി, അവരുടെ മൈൻഡ് അവർ കെയർ ചെയ്യില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതെന്താണ്? അവർ റിപ്പീറ്റഡ് ആയിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിദ്വേഷം, പെട്ടെന്ന് ചൂടാവുക. അങ്ങനെ ചിലരെ കണ്ടിട്ടില്ല, പെട്ടെന്ന് ചൂടാവുന്ന ഒരു റീസണും ഉണ്ടാവില്ല, പക്ഷെ അവർ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാകും. അവരിങ്ങനെ ഓവർ വർക്ക് കാരണം സ്ട്രെസ്ഡ് ആയതുകൊണ്ടാണ് ആ ആങ്കർ പുറത്തേക്ക് വരുന്നത്. ദെൻ ദേ ഹാവ് ദ ഡിഫിക്കൽട്ടി ഫോർ ആസ്കിങ് ഹെൽപ്പ്. മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ അവർക്ക് നല്ല മടിയാണ്. കാരണം മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാലിഡേഷൻ ആണ്, അംഗീകാരമാണ് വേണ്ടത്. അവരുടെ അടുത്ത് പോയിട്ട് സഹായം ചോദിക്കില്ല. ദെൻ ഓവർ ഗിവിങ് ആൻഡ് അണ്ടർ റിസീവിങ്. അവർ കൂടുതൽ കൊടുത്തോണ്ടിരിക്കും. ആൻഡ് അവർ മേടിക്കുന്ന കാര്യങ്ങൾ, മീൻസ് അവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് അത്ര ഇഷ്ടമല്ല, അവർക്ക് കൊടുക്കുന്നതാണ് ഇഷ്ടം. ദേ ആർ ഓൾവേസ് ഗിവേഴ്സ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാല് അവർക്ക് എന്താ വരിക? ഹെൽത്ത് ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് വരിക. അവരുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരും. ദെൻ ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഫ്രം യുവർ ഓൺ ബോഡി ഓർ ഫീലിങ്സ്. അവർ സെൽഫ് കെയർ ചെയ്യുന്നില്ല. സോ അവരുടെ ബോഡി, ശരീരത്തിൽ നിന്നും അവരുടെ ഫീലിങ്സിൽ നിന്നും അവരൊന്ന് ഡിസ്കണക്ട് ആയിട്ട് പോകും. അവരുടെ ഓൺ ബോഡി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫീലിങ്സ് അവർക്ക് അറിയാൻ പറ്റില്ല. എപ്പോഴും മറ്റുള്ളവരുടെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലേൺ ന്യൂ സ്കിൽ ബട്ട് ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് മണി ഓൺ ദം. അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഒരു പുതിയതായിട്ട് പഠിക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവരത് ചെയ്യില്ല. അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ ചിലപ്പം ഈ പൈസ കൊടുത്ത് ഇപ്പൊ മക്കളുടെ അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലത്തെ എക്സ്പെൻസസ് എന്തെങ്കിലും മീറ്റ് ചെയ്യാം, എന്തിനാ വെറുതെ എനിക്ക് വേണ്ടിയിട്ട് ഈ പൈസ ചെലവാക്കുന്നത്? അതുകൊണ്ട് അവരുടെ പുതിയ കാര്യങ്ങൾ, ആഗ്രഹങ്ങളൊന്നും ചെയ്യില്ല. നെക്സ്റ്റ് ഇസ് മദർ ഹു ടേക്സ് കെയർ ഓഫ് എ ഫാമിലി ഇഗ്നോറിങ് ഹെർ വെൽബീയിങ്. നമ്മൾ കാണാറില്ലേ അമ്മമാര്, അവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ട് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി, പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. ദെൻ എ പ്രൊഫഷണൽ ഹു ഇഗ്നോർ സ്ട്രെസ് അൺടിൽ ബ്രേക്ക് ഡൗൺ. ഒരു പ്രൊഫഷണൽ ആള് വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ബോഡി മെന്റൽ ഹെൽത്ത് ഒന്നും ടേക്ക് കെയർ ചെയ്യാണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്ട്രെസ് വരുന്നുണ്ട് എന്നൊന്നും അവർ നോക്കില്ല, ജസ്റ്റ്
കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ ദ നെഗ്ലെക്ടർ എന്താ ചെയ്യുക, നിങ്ങളെ എപ്പോഴും വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇതിൽ സെൽഫ് കെയർ അവർ ഇഗ്നോർ ചെയ്യും. ഇതാണ് നെഗ്ലെക്ടർ. നമ്മളെ സെൽഫിനെ അവർ നെഗ്ലെക്ട് ചെയ്യാണ് ചെയ്യുക. ഇത് നമുക്ക് ഇപ്പൊ ഈ 5 എണ്ണം പറഞ്ഞതിൽ ഇവരെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ്, ഓവർകമ്മിങ് മെത്തേഡ്സ് ആണ് ഇത്. ആദ്യം നമ്മൾ പഠിച്ചു ഇവരെന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇവര് വരുമ്പോ അവർക്കൊരു നെയിം കൊടുക്കുക. നെയിം ദം, കോൾ ഔട്ട് ദ വോയിസ് ടു ക്രിയേറ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ ഈ ഒരു അവയർനെസ് കിട്ടി. ഈ 5 ആളുടെ ജഡ്ജ്, വിക്ടിമൈസർ, മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ, റിംഗ് മാസ്റ്റർ, നെഗ്ലെക്ടർ, ഇവരെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇവര് വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകണം ഓക്കെ ഇന്ന ആളാണ് വരുന്നത്, ജഡ്ജാണ് വരുന്നത്, ഓക്കെ വിക്ടിമൈസർ ആണ് വരുന്നത്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അവർക്കൊരു നെയിം ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇസ് പോസ് ആൻഡ് റിഫ്ലക്ട്. ഇവര് വോയിസസ് വരുമ്പോ ജസ്റ്റ് നമ്മളൊന്ന് പോസ് ചെയ്യുക. ഇവരെന്താണ് പറയുന്നത്, നമ്മളുടെ തോട്ട്സ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒരു സെൽഫായിട്ടൊന്ന് ജസ്റ്റ് പറയുക, യു ആർ നോട്ട് യുവർ തോട്ട്സ്. ചിന്തകളാണ് അത്, പക്ഷെ ദാറ്റ് ഡസന്റ് ഡിഫൈൻ മീ. അത് ഞാനല്ല. എല്ലാ ബ്ലോക്കേഴ്സും അവരുടെ ഉദ്ദേശം, അണ്ടർസ്റ്റാൻഡ് ഈച്ച് ബ്ലോക്കേഴ്സ് ഇന്റൻഷൻ. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വിക്ടിമൈസറാ വരുന്ന വെച്ചെങ്കിൽ ഓക്കെ ആളെന്നെ ഒരു വിക്ടിം മെന്റാലിറ്റിയിലാണ് ഇരുത്താൻ ആളുടെ പ്ലാന്. മിസ്ഗൈഡഡ് പ്രൊട്ടക്ടറാ വരുന്ന വെച്ചെങ്കിൽ ആളെന്നെ പ്രൊട്ടക്റ്റ് ആണ് ചെയ്യുന്നത്. അവരെ മനസ്സിലാക്കുക, ബ്ലോക്കേഴ്സിനെ മനസ്സിലാക്കുക. The next step is take action. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗിന്റെ കേസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഉണ്ടെങ്കിലും അത് ആക്ഷൻ എടുക്കുക. ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ആ ഫിയറോട് കൂടിയിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ ഒക്കെ വിചാരിക്കും ഓക്കെ ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, ഇവര് ദേ ആർ ഡൂയിങ് വാട്ട് ദേ ലൈക്കിങ്. സോ മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ മെല്ലെ വോയിസസ് മെല്ലെ സ്ലോ ആക്കും. അത് നമുക്ക് മെല്ലെ മെല്ലെ കളയാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് എന്താണെന്ന് ശ്രദ്ധിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇപ്പോൾ യു കാൻ ഡു ദിസ്, യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഐ ക്യാൻ ഡു ദിസ്, ഐ ആം ടാലന്റഡ്, ഐ എം സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള അഫർമേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ പറയാം. പിന്നെ വിഷ്വലൈസേഷൻ, നിങ്ങൾ അവർ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണോ അവർ ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത്, ആ കാര്യം നിങ്ങൾ ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ ഫീലിങ്സോട് കൂടിയിട്ട് ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ സന്തോഷമൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ അനദർ മെത്തേഡ് ഇസ് EFT. EFT ചെയ്തവർക്ക് അറിയാം ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ എങ്ങനെ അവരെ ടാപ്പ് ചെയ്തുകൊണ്ട് ഈ തോട്ട്സുകൾ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റും. അതിനുള്ള ഒരു പവർഫുൾ ടൂളാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. സോ ആ ഒരു മെത്തേഡും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഇത് പറഞ്ഞത് ക്ലിയർ ആയോ? ഈ 5 ടൈപ്സ് ഓഫ് ഇന്നർ വോയിസസ് ക്ലിയർ ആയിട്ടുണ്ടോ? Yes, ma'am. Yes, madam. ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഈ ഇപ്പൊ ഓരോരുത്തർ പറയുമ്പോൾ അത് എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, തീർച്ചയായും. ഉണ്ട് മാഡം. മാം ഇതില് ഫസ്റ്റ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞുതരോ ഒന്നും കൂടി ഒന്ന്? ഫസ്റ്റ് പറഞ്ഞത് ജഡ്ജാണ്, ക്ലാസിക്കൽ ജഡ്ജ്. ജഡ്ജ് എന്താ ചെയ്യുക? നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളെ ജഡ്ജ് ചെയ്യും. നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തുന്ന ആളാണ് ജഡ്ജ്. നമ്മളെ ജഡ്ജ് ചെയ്യുക. നമ്മളെ ഉള്ളിലൊരു ജഡ്ജ് ഉണ്ട്, അതാണ് ആ ജഡ്ജ് ചെയ്യുന്നത്. നമ്മളെ എന്ത് ചെയ്താലും നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക അല്ലേ മാഡം? അങ്ങനെ സെൽഫ് ജഡ്ജ്മെന്റ് കൂടുതലായിരിക്കും. ഓക്കെ. നമുക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാവരിലും ഉണ്ടാകും. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്.
എല്ലാവരുടെ കയ്യിലും നോട്ട് പാഡും പെന്നും ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. യെസ് മാം. ഇപ്പൊ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവയർനെസ് കിട്ടി. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ആരാണ് നമ്മളിൽ കൂടുതൽ ഉള്ളത് എന്ന്. ഓക്കെ, സോ നോട്ട് പാഡും പെന്നും എടുക്കാം. ഞാൻ സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഇതില് 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ റേറ്റ് ചെയ്യണം. ഇതേപോലെ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 5 വരെ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യാന്ന് വെച്ചാല് 1 കൊടുക്കേണ്ടത് നോട്ട് ലൈക്ക് മീ അറ്റ് ഓൾ, അത് എന്നെ പോലെ അല്ല എന്ന്, തീരെ അല്ല എന്നുള്ളതാണ് 1ന്റെ റേറ്റിംഗ്സ് മീൻ ചെയ്യുന്നത്. 2 കൊടുക്കുന്നത് ലൈക്ക് മീ വെരി ലിറ്റിൽ, കുറച്ചൊക്കെ എന്നെ പോലെ ആണെന്ന്. 3 ഈസ് സംവാട്ട് ലൈക്ക് മീ, ഏകദേശം എന്നെ പോലെ ആണ് എന്നുള്ളത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ റേറ്റ് കൊടുക്കേണ്ടത് 3 ആണ്. 4 കൊടുക്കേണ്ടത് ലൈക്ക് മീ എ ലോട്ട്, അത് ഒരുപാട് എന്നെ പോലെ തോന്നുന്നുണ്ട്, ആ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതായിട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. 5 കൊടുക്കേണ്ടത് കംപ്ലീറ്റ്ലി ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഫുള്ളായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യാണ്, അതിന് നിങ്ങൾ 5 കൊടുക്കുക. ഈ റേറ്റിംഗ് സ്കെയിൽ മനസ്സിലായോ? വണ്ണ് തീരെ അല്ല എന്ന്, ഞാൻ അത് തീരെ അല്ല എന്ന്. രണ്ടാമത്തത് എക്സ്ക്യൂസ് മീ മാഡം, യെസ്, ചോദിച്ചോളൂ. ഇപ്പൊ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ നമ്പറാണ് ഇത് കൊടുത്ത ഈ 5 നമ്പർ? അല്ല അല്ല അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണിത്. ഈ 1 2 3 4 5 എന്ന് പറയുന്നത് അതിന്റെ ആൻസേഴ്സ് ആണ്. സെൽഫ് അസസ്മെന്റില് മുകളിൽ നമ്മൾ ഫസ്റ്റിൽ എടുത്തില്ലേ മാഡം, 5 പോയിന്റ്സ്. ദ ക്ലാസിക് ജഡ്ജ്, അങ്ങനെ വിക്ടിമൈസർ, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാ? അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ ചോദിക്കും. 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. അത് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് വെച്ചാല് ഈ നമ്പേഴ്സ് കൊടുക്കണം. നിങ്ങൾക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്ന് ഈ നമ്പർ സ്കെയിലിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ 1 കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ, അത് ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ അത് തീരെ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടത് 1 ആണ്. ആ കാര്യം നിങ്ങൾ ഫുള്ളായിട്ട് അഗ്രി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടത് 5 ആണ്. മനസ്സിലായോ? ഇത് ക്ലിയർ ആക്കണം. മനസ്സിലായോ സർ?
മനസ്സിലായി എന്ന് പറഞ്ഞാല് ആ, ആദ്യത്തെ 5 കാര്യങ്ങളാണ് അല്ല അറിയേണ്ടത്. അത് കഴിഞ്ഞ് നൈസ് അതിന്റെ ഉത്തരാണിതെന്ന് അത് പറഞ്ഞു കൊടുത്താൽ മതി. ആദ്യത്തെ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, നിങ്ങളിപ്പോ ആ 5 ടൈപ്സുകൾ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട റേറ്റിംഗ്സ് ആണ്. ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ ചെയ്യേണ്ടതാണ്. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീരെ ചെയ്യുന്നില്ല. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുറെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണത്. അതിന് നിങ്ങൾ റേറ്റിംഗ് കൊടുക്കേണ്ടത് 3 ആണ്. 4 കൊടുക്കേണ്ടത് ആ കാര്യം കൂടുതലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ കൊടുക്കേണ്ടത് 4. പിന്നെ 5 ആ കാര്യം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ അതിന് ആൻസർ കൊടുക്കേണ്ടത് 5 ആണ്. ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഒരു പേജ് എടുത്തിട്ട് അതില് ഇങ്ങനെ സെറ്റ് 1 ഹെഡിങ് കൊടുക്കുക. സെറ്റ് 1. അതില് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ഇടണം. ഈ സെറ്റ് 1 എന്നും ക്ലിയർ ആയിട്ട് എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഓഫൻ ഡോണ്ട് ഫീൽ ഗുഡ് ഇനഫ്. ഞാൻ പലപ്പോഴും ഞാൻ നല്ലതല്ല എന്നുള്ള ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് തീരെ തോന്നുന്നില്ലെങ്കിൽ 1 കൊടുക്കുക. കുറച്ച് തോന്നുന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക. ഒരു ഏകദേശം പലപ്പോഴായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ 3 കൊടുക്കുക. എപ്പോഴും കുറെ കൂടുതൽ ടൈമും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ 4 കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ആ ഒരു ഗുഡ് ഇനഫ് അല്ല എന്നുള്ള ഒരു ഫീലിംഗിൽ ഇരിക്കുകയാണെങ്കിൽ 5 കൊടുക്കുക. ഇതാണ് സ്കെയിലിംഗ് ചെയ്യേണ്ടത്. ഇതിന്റെ ആൻസർ കൊടുക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുക കേട്ടോ. I often don't feel good enough. നെക്സ്റ്റ്, അടുത്തത് പറയട്ടെ. Yes, ma'am. Okay. I often feel that I have made the wrong decision. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ തെറ്റായിട്ടുള്ള തീരുമാനമാണ് ഞാൻ എടുക്കുന്നത് എന്ന്. എന്റെ തീരുമാനങ്ങളൊന്നും ശരിയാവാറില്ല എന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിന് കൊടുക്കുന്നത് ഈ റേറ്റിംഗ് സ്കെയിൽ അനുസരിച്ച് കൊടുക്കുക. 1 ഞാൻ പലപ്പോഴായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും തീരെ എനിക്ക് തോന്നാറില്ല എന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക. കുറച്ചാണെങ്കിൽ 2, ഒരു ഏകദേശം തോന്നുകയാണെങ്കിൽ 3, കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 4, എപ്പോഴും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ 5 കൊടുക്കുക. Okay. Next is when I make mistake, I become self-critical. ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു. ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ? എന്നെ കുറ്റപ്പെടുത്താണ് ചെയ്യുന്നത്. നിങ്ങൾ അത് തീരെ ചെയ്യുന്നില്ലെങ്കിൽ 1 കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്, എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ 5 കൊടുക്കുക. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരികയാണെന്നുവെച്ചെങ്കിൽ അതിനനുസരിച്ച് സ്കെയിൽ ചെയ്യുക. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ചെയ്യുക കേട്ടോ. 1 to 5. നെക്സ്റ്റ്, ഐ എക്സ്പീരിയൻസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് റിഗ്രറ്റ്. ഒരുപാട് കുറ്റബോധം ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അത് തീരെ ഇല്ലെങ്കിൽ 1 കൊടുക്കുക. കൂടുതലും
കുറ്റബോധമാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ 5, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ സ്കെയിൽ ചെയ്യാം. I experience quite a lot of regret. കുറ്റബോധം ഞാൻ കൂടുതലും അനുഭവിക്കുന്നുണ്ട്. ഇതാണ് സെറ്റ് 1. ഇതിലെല്ലാരും ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് എടുത്ത് അതിന്റെ സ്കെയിലിങ്സ് അടുത്ത് എഴുതുക. ഓക്കെ, ഇത് കംപ്ലീറ്റഡ് ആയോ? എല്ലാവരുടെയും കംപ്ലീറ്റഡ് ആയോ? ഒരേപോലെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് അറിയിക്കുക. കഴിഞ്ഞിട്ടുണ്ടോ? നാലെണ്ണമല്ലല്ലോ. 4 എണ്ണാണുള്ളത്. എന്റെ കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഹെഡിങ് സെറ്റ് 2 കൊടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. 5 ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ലൈഫ് സംടൈംസ് ഫീൽസ് അൺഫെയർ. ജീവിതം പലപ്പോഴും ന്യായമല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തീരെ തോന്നുന്നില്ലെങ്കിൽ 1 ഇടുക. എപ്പോഴും അങ്ങനെ ജീവിതം എനിക്ക് അനുകൂലമല്ല, എപ്പോഴും എനിക്ക് എതിരാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, എപ്പോഴും തോന്നുകയാണെങ്കിൽ 5 ഇടുക. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ, ചിലപ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുള്ളൂ തോന്നുന്നെങ്കിൽ 2, 3, 4 അങ്ങനെ സ്കെയിൽ ചെയ്തിട്ട് ഇടുക കേട്ടോ. ലൈഫ് സംടൈംസ് ഫീൽസ് അൺഫെയർ. Okay. Next, 6. Question number 6. I feel that others have it easier than I do. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. എന്നെക്കാട്ടിലും കൂടുതൽ അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന്, അവർ വിചാരിച്ച കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്, അവർ സക്സസ്ഫുൾ ആവുന്നുണ്ട്. എന്നെക്കാട്ടിലും എളുപ്പത്തിൽ മറ്റുള്ളവർ നേടിയെടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. തീരെ തോന്നുന്നില്ലെങ്കിൽ 1 ഇടുക. എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ 5 ഇടുക. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ സ്കെയിൽ ചെയ്യുക. സെവൻത് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇടുക. I feel that I have to work harder than other people to achieve success. And മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ജോലി എടുക്കണം. എനിക്ക് സക്സസ് വേണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് എപ്പോഴും തോന്നാറുണ്ടെങ്കിൽ 5 കൊടുക്കുക. തീരെ തോന്നുന്നില്ലെങ്കിൽ 1 കൊടുക്കുക. Next, 8th question ആണ്. Sometimes I feel that the world is against me. ഈ ലോകം എനിക്ക് എതിരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്, പലപ്പോഴും തോന്നാറുണ്ട്. ഈ ലോകം മുഴുവൻ എനിക്ക് എതിരാണെന്ന് തോന്നാറുണ്ട്. സ്കെയിൽ ചെയ്യുക. ഇതാണ് സെറ്റ് 2. ഈ 4 5, 6, 7, 8 സെറ്റ് 2 വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, സെറ്റ് 3 ഹെഡിങ് കൊടുക്കുക. അതില് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. 9th question. I believe that it's safer not to try than to try and fail. ഒരു കാര്യം ചെയ്തിട്ട് തോൽക്കുന്നതിനേക്കാട്ടിലും നല്ലത് ആ കാര്യം ചെയ്യാണ്ടിരിക്കുന്നതാണ് സേഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫുള്ളായിട്ട് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 5 കൊടുക്കുക. തീരെ വിശ്വസിക്കുന്നില്ലെങ്കിൽ 1 കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ 2, 3 or 4 കൊടുക്കുക.
ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. പിന്നെ 10th ക്വസ്റ്റ്യൻ, I become anxious and self-critical when I don't meet the high standards I set for myself. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഞാൻ ആൻഷ്യസ് ആവും, ആകെ ഉത്കണ്ഠ നിറയും, സ്വയം കുറ്റപ്പെടുത്തും, ആൻഷ്യസ് ആവും, ഞാൻ വിചാരിച്ച പോലെ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. Eleventh question. I usually won't try something unless I'm quite sure I'll succeed. ഞാൻ ജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. I usually won't try something unless I'm quite sure I'll succeed. ഞാൻ അതിൽ ഉറപ്പായിട്ടും ജയിക്കും എന്നാൽ മാത്രമേ ഞാൻ ആ ഒരു കാര്യം ട്രൈ ചെയ്യത്തുള്ളൂ. സ്കെയിൽ ചെയ്യാട്ടോ, 1 to 5 സ്കെയിൽ ചെയ്യാം. Then 12th question, I have held myself back in the past because I didn't feel ready. ഒരു കാര്യം ചെയ്യാൻ ഞാൻ റെഡി അല്ല എന്നുള്ള ഒരു ഫീൽ കൊണ്ട് ഞാൻ എന്നെ തന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇല്ല. നിങ്ങൾ സ്കെയിൽ ചെയ്യാം 1 മുതൽ 5 വരെ. എപ്പോഴും തോന്നുകയാണെങ്കിൽ 5 ഇടുക കേട്ടോ. എപ്പോഴെങ്കിലും ആണെങ്കിൽ അതിനനുസരിച്ച് 5 അല്ലെങ്കിൽ 4, 4, 3, 2. തീരെ ചെയ്യുന്നില്ലെങ്കിൽ 1 കൊടുക്കുക. I have held myself back in the past because I didn't feel ready. ഞാൻ റെഡി അല്ല എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. സെറ്റ് 3 എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞു. Yes. ഓക്കെ. സെറ്റ് 4 ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. 3, 4, 5. I feel guilty when I stop working. ഞാൻ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ആ ജോലി ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറ്റബോധം ഫീൽ ചെയ്യാറുണ്ട്. I feel guilty when I stop working. പിന്നെ 14th question. Once I achieve a goal, I immediately move on to the next. ഞാനൊരു കാര്യം നേടി, ഒരു ഗോൾ ഞാൻ അച്ചീവ് ചെയ്തു, അപ്പൊ തന്നെ അടുത്ത ഗോളിലേക്ക് ഞാൻ അച്ചീവ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ പോകും. Once I achieve a goal, I immediately move on to the next. പതിനഞ്ചാമത്തെ question. I push myself to work very hard so I can achieve my goals. ഞാൻ എന്നെ നിരന്തരം എപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യണമെന്ന് റിപ്പീറ്റഡ് ആയിട്ട് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ഗോൾസ് നേടാൻ വേണ്ടിയിട്ട്. I push myself to work very hard so I can achieve my goals. Sixteenth, I feel bad about myself if I haven't been productive. ഞാൻ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാതെ ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ എനിക്കൊരു ബാഡ് ഫീലിംഗ് ആണ്, മീൻസ് ഞാൻ ഡൗൺ ആയി പോകും, ഒരു സാഡ് ഫീലിംഗ് വരും എപ്പോഴും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ.
സെറ്റ് 4 എല്ലാവരുടെയും കഴിഞ്ഞോ? യെസ് മാം. സെറ്റ് 5 ഹെഡിങ് കൊടുക്കുക. ലാസ്റ്റ് സെറ്റ് ആണ്. സെറ്റ് 5 ഹെഡിങ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 17 ക്വസ്റ്റ്യൻ നമ്പർ. I feel ashamed when I don't measure up to others' expectations. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചിട്ട് ഞാൻ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്വയം എനിക്കൊരു നാണക്കേട് ഫീൽ ചെയ്യും. I feel ashamed when I don't measure up to others' expectations. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചിട്ട് ഞാൻ നിന്നിട്ടില്ലെങ്കിൽ എനിക്കുള്ളിൽ ഒരു നാണക്കേട് ഫീൽ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ 18. I work hard to gain the approval of others. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. അവരെ എന്നെ അംഗീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. Nineteenth question. I care deeply about what people think of me. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ കൂടുതൽ കെയർ ചെയ്യും. ആ കാര്യം കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് റേറ്റ് അനുസരിച്ച് കൊടുക്കുക കേട്ടോ. എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ 5 കൊടുക്കുക, ഇല്ലെങ്കിൽ റേറ്റ് ചെയ്യാം. I tend to be a people pleaser and give a lot of myself in relationships. നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്സും എല്ലാ റിലേഷൻഷിപ്സിലും നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്താനാണ് നോക്കുക. പീപ്പിൾ പ്ലീസർ ആണ്, എന്നിട്ട് നിങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. ഗിവർ ആണ്. ആ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്, അവരെ പ്ലീസ് ചെയ്തുകൊണ്ട്. ഇത് കഴിഞ്ഞോ? യെസ് മാഡം. സെറ്റ് 5 കഴിഞ്ഞിട്ടുണ്ടോ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേജ് എടുക്കുക. അതില് നിങ്ങളുടെ എല്ലാ ഈ ഡിസീവേഴ്സിന്റെ പേരും ഈ ബ്ലോക്കേഴ്സിന്റെ പേര് എഴുതുക. ഫസ്റ്റ് ഇസ് ക്ലാസിക് ജഡ്ജ്. ഇങ്ങനെ ഈ വരിക്ക് താഴെ ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഇങ്ങനെ 1 ഇട്ടിട്ട് ക്ലാസിക് ജഡ്ജ്, 2 വിക്ടിമൈസർ, 3 മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ, 4 റിംഗ് മാസ്റ്റർ, 5 നെഗ്ലെക്ടർ. ഇങ്ങനെ വരിക്ക് താഴെ എഴുതുക. കഴിഞ്ഞാൽ ഒന്ന് പറയട്ടോ. മാം EFT ക്ലാസ്സിലുണ്ടോ? EFT ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ. ഈ 5 എണ്ണം ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ മലയാളമായിട്ടൊന്ന് പറയണേ. എന്താണ് അതിന്റെ മലയാളമായിട്ടൊന്ന് പറയണം. അത് പറയാം. അല്ല, നമ്മളിപ്പോ ജസ്റ്റ് നെയിമുകൾ എഴുതിയാൽ മതി. ക്ലാസിക് ജഡ്ജ്, വിക്ടിമൈസർ, മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ, റിംഗ് മാസ്റ്റർ, നെഗ്ലെക്ടർ. ഈ പേരുകൾ ഇപ്പൊ ഇവിടെ എഴുതിയാൽ മതി, പിന്നെ വരിക്ക്. ശരിക്ക് കാണുന്നില്ലേ? എന്താണ്? ശരിക്ക് കാണുന്നില്ല. ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കാണുന്നില്ലേ? ശരി.
ഇങ്ങനെ താഴെ താഴെ എഴുതിയാൽ മതി. അതിനുശേഷം ക്ലാസിക് ജഡ്ജ് എടുക്കുക. ഫസ്റ്റ് വരിയില് ക്ലാസിക് ജഡ്ജില് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എഴുതാന് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് 4 ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് എഴുതുക. ഇത് ക്വസ്റ്റ്യൻ നമ്പറുകളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. 1, 2, 3, 4 ഈ 4 ക്വസ്റ്റ്യൻ നമ്പറുകളാണ്. അതേപോലെ വിക്ടിമൈസറിന്റെ നേരെ 5, 6, 7, 8 വരെ എഴുതുക. മിസ്ഗൈഡഡ് പ്രൊട്ടക്ടറിന്റെ അവിടെ ഇതിവിടെ സ്പേസ് വിടണം കേട്ടോ. നിങ്ങളുടെ ആൻസറുകൾ എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്പേസ് വിടണം. മിസ്ഗൈഡഡ് പ്രൊട്ടക്ടർ 9, 10, 11, 12. റിംഗ് മാസ്റ്റർ 13, 14, 15, 16. പിന്നെ നെഗ്ലെക്ടർ 17, 18, 19, 20. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എഴുതുക. എന്നിട്ട് നിങ്ങളെ ആൻസേഴ്സ് സെറ്റ് 1-ത്തെ ആൻസറുകൾ ഈ ക്വസ്റ്റ്യൻ നമ്പറിന്റെ ആൻസറുകൾ ഇതിൽ ഫില്ല് ചെയ്ത് വെക്കുക. 1ന്റെ റേറ്റിംഗ് നിങ്ങൾ എന്താണോ കൊടുത്തത് അതിവിടെ കൊടുക്കുക. 2ന്റെ റേറ്റിംഗ് 2 ക്വസ്റ്റ്യൻസിന് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ റേറ്റ് ആൻസർ എത്രയാണോ കൊടുത്തത് നമ്പർ വെച്ചാൽ ആ നമ്പർ ഇവിടെ കൊടുക്കുക. അതേപോലെ ഈ 1 മുതൽ 20 വരെയുള്ള ആൻസറുകൾ നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യുക. ദെൻ ഓരോ സൈഡിലും ഓരോ ലൈനിൽ അതിന്റെ ടോട്ടൽ എഴുതുക. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. പിക്ചറിൽ കാണുന്ന പോലെ ചെയ്യുക. ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് എന്താണ് ടിക്ക് ഇട്ട് കൊടുക്കേ ക്ലാസിക് ടിക്കറ്റില്ല. ജഡ്ജ്. നേരത്തെ ഞാൻ ഒരു സെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് 4 ചോദ്യങ്ങൾ ചോദിച്ചില്ലേ, അതിന്റെ ആൻസറുകൾ ഇവിടെ ഫില്ല് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ എന്താണ് കൊടുത്തത്, എത്ര നമ്പർ ആണോ കൊടുത്തത് അത് ഇവിടെ കൊടുക്കുക. ക്ലാസിക് ജഡ്ജിൽ ഒന്നാമത്തെ ആൻസർ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക. രണ്ടാമത്തെ ആൻസർ എന്താണോ നേരത്തെ കൊടുത്തിട്ടുള്ളത് അത് അവിടെ ഫില്ല് ചെയ്യുക. ആൻസറുകൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് ഓരോ ലൈനിലും ഇപ്പൊ 4 ക്വസ്റ്റ്യന്റെ ആൻസറിൽ നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ 4 ഒന്ന് ആഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ആ ക്ലാസിക് ജഡ്ജിന്റെ ലൈനിൽ തന്നെ എഴുതുക. അങ്ങനെ ഓരോന്നും ഇപ്പൊ 5, 6, 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളതിന്റെ ആൻസറുകൾ ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ഇപ്പുറത്ത് എഴുതുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറയാം. എന്റെ കഴിഞ്ഞു മാഡം. ഓക്കെ, എല്ലാരും കഴിഞ്ഞിട്ടുണ്ടോ? യെസ് മാം. ഇനി നിങ്ങൾക്ക് കിട്ടിയ ടോട്ടലുകളില്ലേ, എല്ലാത്തിന്റെയും ടോട്ടല് 9 കൂടുതലാണെങ്കിൽ ഏത് ഡിസിവറിനാണോ 9 അല്ലെങ്കിൽ 9 കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആ ഒരു ഇന്നർ ബ്ലോക്കർ അല്ലെങ്കിൽ ഇന്നർ ഡിസീവർ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. യെസ്. ഓക്കെ, ഓക്കെ. 7 അല്ലെങ്കിൽ 8 ആ സ്കോറാണ് കിട്ടണമെങ്കിൽ ആ ഒരു ഡിസീവർ ആ ഒരു ഇന്നർ ബ്ലോക്കർ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ആയേക്കാം. അവര് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന്.
ഏഴിന് താഴെ ആണെങ്കിൽ ആ ഡിസീവർ വലിയ പ്രശ്നമില്ല. മീൻസ് ഇറ്റ് ഈസ് ലെസ് ലൈക്ലി ടു ബി എ പ്രോബ്ലം. അത് പ്രോബ്ലം ആവാൻ ചാൻസ് ഇല്ല എന്നാണ്. മനസ്സിലായോ? യെസ്. ഇതൊന്ന് പറഞ്ഞു തരുമോ ഒന്നുകൂടി? നിങ്ങൾ അത് സ്കോർ കൊടുത്തുക്കണോ? ടോട്ടലൊക്കെ കൊടുത്തുക്കണോ? എവിടെ എത്തി? ഏതാ ചെയ്തിട്ടുണ്ടെന്ന്? ആരാ ചോദിച്ചിപ്പോ? ഞാനാണ് ചോദിച്ചത്, ബഷീർ. ഓക്കെ, നിങ്ങൾ സ്കോർ കൊടുത്തുക്കണോ? ഓരോ ക്വസ്റ്റ്യൻസിനും ആ സ്കോറിൽ. ഞാന് നമ്പർ ഇട്ട് പോന്നതാണ്. അങ്ങനെ ഓക്കെ, അതില് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞില്ലേ റെഡ്, അതൊന്ന് പറഞ്ഞു. ആ ടോട്ടൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സ്കെയില് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ടോട്ടൽ കിട്ടിയോ? അതെ, അതിന്റെ ഇപ്പം മാഡം പറഞ്ഞല്ലോ, ആ ലാസ്റ്റ് വന്ന റെഡ്. അത് 9 കൂടുതലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസീവർ അതിന്റെ നേരെ വന്ന ജഡ്ജാണ് 9 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജ് നിങ്ങളെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ 7, 8 ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആ ഡിസീവർ, ആ ഒരു ബ്ലോക്കർ നിങ്ങൾക്ക് വിക്ടിമൈസർ ആണ് 8 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അത് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഈ രണ്ടാമത്തെ അല്ലെ? മറ്റേ ബ്ലോക്കാ? 7, 8 സ്കോർ കിട്ടുകയാണെങ്കിൽ, ടോട്ടൽ 7, 8 കിട്ടുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആ ഡിസീവർ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു. എല്ലാവർക്കും ക്ലിയർ ആയോ? ടെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഇന്നർ ബ്ലോക്കർ ആരാണെന്ന് മനസ്സിലായോ? യെസ് മാഡം. നമ്മൾ തന്നെ സ്വന്തം സ്നേഹിക്കാൻ പഠിക്കുക, അതാണ്. അപ്പോ ഈ ഡിസീവറിന് മനസ്സിലാക്കി ഇനി ഇവരെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. സെൽഫ് ലവ് കൊടുക്കുക. ജമീല മാം പറഞ്ഞ പോലെ സെൽഫ് ലവ് നന്നായിട്ട് കൊടുക്കുക. അവരെ അഫർമേഷൻസ്, വിഷ്വലൈസേഷൻസ്, പിന്നെ EFT ഒരു പവർഫുൾ ടൂളാണ് അല്ലെ ജമീല മാം ചെയ്യുന്നത് അല്ലേ? സോ ആ ഒരു പവർഫുൾ ടൂൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസീവേഴ്സിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ നമുക്ക് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. താങ്ക് യു മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം, സൂപ്പർ ക്ലാസ്. Thank you so much. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. അട്രാക്റ്റീവ് ആൻഡ് മോർ എഫക്റ്റീവ് ആയിരുന്നു. Thank you. മാമിന് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ തന്നെ അവയർനെസ് ചെയ്യാൻ പറ്റുന്ന ഒരു, സെൽഫായിട്ട് നമ്മൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. Thank you ma'am for your feedback. എന്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതല്ലേ? ഓക്കെ, താങ്ക് യു മാഡം. നമുക്ക് വേണ്ടത് നമ്മളെ പറ്റിയിട്ടാണ് കൂടുതൽ പഠിക്കാനുള്ളത്. നമ്മൾ സ്കെയിലൊക്കെ 5 താഴെ 5, 6 ആയിട്ടോ വന്നിട്ടുള്ളൂ. ഓരോന്ന് കൂട്ടി നോക്കുന്ന സമയത്ത് ടോട്ടൽ കൂട്ടിയപ്പോഴാണ് 27 വരുന്നത്. 5 കൂടി ക്ലാസിക്കലായിട്ടും 5 കൂടി കൂട്ടുമ്പോൾ 27 വരുന്നുള്ളൂ.
അത് മറ്റേലൊക്കെ കൂട്ടണ്ട, ഓരോന്ന് ഈ 4 ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടാണ് കൂട്ടേണ്ടത് അപ്പൊ കേട്ടോ. 5, 6 അത്രത്തോളം വന്നിട്ടുള്ളൂ. അപ്പൊ അത് വലിയ പ്രോബ്ലം അല്ല. അനിത മാം, ഓക്കെ. അതിന് ഫുൾ ക്രെഡിറ്റ് EFT. യെസ്, EFT കയ്യിലുള്ളത് കൊണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാൻ സാധിക്കും അല്ലെ? ഇവരൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. യു മോസ്റ്റ് വെൽക്കം. താങ്ക് യു മാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.